ഇവിടെ ഇസ്രായേൽ പലസ്തീനിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊടും ക്രൂരതയാണ്, വംശഹത്യയാണ്. ആ വംശഹത്യ നടന്ന ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന മനസ്സുകളുണ്ടല്ലോ, ആ മനസ്സുകളുടെ സൈബർ ഹാൻഡിലുകളുണ്ടല്ലോ, അവർ ഈ റൈസിയുടെ മരണത്തിൽ സന്തോഷിക്കുകയാണ്, വലിയ ആനന്ദം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ പോലും ഇന്ത്യയുമായി അടുത്ത ബന്ധമുള്ള ഒരു ഇന്ത്യയുടെ സുഹൃത്തായി റൈസി മാറുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ നാളെ നമ്മുടെ രാജ്യം ദുഃഖാചരണം പ്രഖ്യാപിക്കുകയാണ്, നമ്മുടെ പതാക പകുതി താഴ്ത്തി റൈസിയോട് ആദരവ് പ്രകടിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയും റൈസിയും തമ്മിൽ, എന്ന് പറഞ്ഞാൽ ചൈനയുമായി, റഷ്യയുമായി, പാകിസ്ഥാനുമായി പിണക്കാത്ത ഒരു രാജ്യത്തിൻ്റെ വിദേശകാര്യമന്ത്രിയും ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റും ഇന്ത്യയുമായി ഊഷ്മള ബന്ധം ഉണ്ടാവാൻ കഴിയുന്നത്? ശ്രീ മോഹൻ വർഗീസ്. ഹാഷ്മി, വിദേശ ബന്ധങ്ങൾ ഒരു പരിധിവരെ ഒരു ഞാണിന്മേൽ കളിയാണ്. നല്ല മെയ്വഴക്കം വേണ്ട ഒരു പ്രക്രിയയാണ് വിദേശ ബന്ധം സുഗമമായി നടത്തിക്കൊണ്ടു പോകുക എന്നത്. ഇനി ഇബ്രാഹിം റൈസിയെ നോക്കൂ. അദ്ദേഹം പൊതുവെ ഇറാനുള്ളിൽ അറിയപ്പെടുന്നത് ഒരു ഹാർഡ് ലൈനർ നേതാവാണ്. അദ്ദേഹം ഒരു പരിധിവരെ ഈ മത നേതൃത്വത്തിന് അഭിമതനായ ഒരാളാണ്. അദ്ദേഹത്തിന് ചില തീവ്ര നിലപാടുകൾ, പ്രത്യേകിച്ച് ദീർഘകാലമായി ഇറാനും ഇറാഖും തമ്മിൽ നടന്ന യുദ്ധം, 8 വർഷത്തോളം നടന്ന ആ ഒരു യുദ്ധത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ 1988 അദ്ദേഹം ഉയർത്തപ്പെടുകയാണ്. അദ്ദേഹം വളരെ ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹം ഒരു പ്രോസിക്യൂട്ടറായി ഉയർത്തപ്പെടുകയാണ്. അദ്ദേഹം ഉൾപ്പെടുന്ന 4 അംഗ പ്രോസിക്യൂഷൻ സംഘമാണ് ആയിരക്കണക്കിന് ആളുകളെ വധശിക്ഷയ്ക്ക് വിധിച്ചതും അത് ഇറാൻ അത് നടപ്പാക്കിയതും ആ ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് ഒരു കടുത്ത മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ റെക്കോർഡ് കൂടിയുള്ള ഇബ്രാഹിം റൈസി ഇറാന്റെ ഉള്ളിലെ ഒരു പുരോഗമന ചിന്താഗതിക്കാരായ ഒരു വിഭാഗത്തിൻ്റെ കണ്ണിലും അതുപോലെ പാശ്ചാത്യ ലോകത്തിൻ്റെ കണ്ണിലും ഒരു കരടാണ്. പക്ഷെ അതേ ഇബ്രാഹിം റൈസി എന്ന ഹാർഡ് ലൈനറാണ് ഒന്നാം തരം നയതന്ത്രജ്ഞനായി പ്രവർത്തിച്ചത്. നേരത്തെ നമ്മൾ സൗദി അറേബ്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഇബ്രാഹിം റൈസിയുടെ നീക്കങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അതേപോലെ തന്നെയാണ് ഇന്ത്യയുമായി ഇറാൻ ഏറെ അടുത്ത വർഷങ്ങളായിരുന്നു, കഴിഞ്ഞ ഒരു 4-5 വർഷം. ആ സമയത്താണ് ഇറാൻ ഉപരോധത്താൽ ബുദ്ധിമുട്ടി ഒരു വശത്ത്. മറുവശത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം മൂത്തപ്പോൾ, അതായത് ഉക്രൈൻ യുദ്ധത്തിൻ്റെ ഒക്കെ സമയം വന്നപ്പോൾ ഇന്ത്യയുടെ നയം മാറി, ഇന്ത്യയുടെ ഊർജ സുരക്ഷാ നയം മാറി. ഇന്ത്യ ഒരു ഡൈവേഴ്സിഫൈഡ് എനർജി പർച്ചേസ് ഒരു മോഡിലേക്ക് പോവുകയാണ്. അപ്പോൾ അമേരിക്ക പറയുന്ന രാജ്യങ്ങളിൽ നിന്നല്ല എണ്ണ വാങ്ങേണ്ടത്, അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ വാങ്ങേണ്ടത്. ഏറ്റവും കൂടുതൽ നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങിയിരുന്നത് സൗദി അറേബ്യയിൽ നിന്നും ഇറാഖിൽ നിന്നുമാണ്. പക്ഷേ അതിന് മാറ്റം വരികയും റഷ്യയിൽ നിന്ന് നേരിട്ടും അതുപോലെ ഇറാനിൽ നിന്നും വലിയ തോതിൽ നമ്മൾ എണ്ണ ഇറക്കുമതി, അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്ത് സംസ്കരിച്ചതിന് ശേഷം അതിലൊരു ഭാഗം കയറ്റി അയക്കുകയും മറ്റൊരു ഭാഗം ഭാരതം ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഊർജ പ്രതിസന്ധിയെ നേരിട്ടത്. അത് നമ്മുടെ ദേശീയ താല്പര്യമാണ്. ഓർക്കൂ ശ്രീ ഹാഷ്മി, നമ്മുടെ ദേശീയ താല്പര്യം ഇറാന്റെ ദേശീയ താല്പര്യവുമായി കൺവേർജ് ചെയ്യുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉപരോധം കാരണം പൊറുതിമുട്ടിയ ഇറാൻ തങ്ങളുടെ എണ്ണ, വളരെയധികം എണ്ണയും പ്രകൃതിവാതകമുള്ള രാജ്യമാണ് ഇറാൻ, അത് വിൽക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഒരു നല്ല ബയറെ കിട്ടുകയാണ് ഇറാൻ. അതുകൊണ്ടാണ് നമ്മൾ മുൻകാലങ്ങളിൽ ഇറാൻ, പാകിസ്ഥാൻ, ഇന്ത്യ പൈപ്പ് ലൈനെ കുറിച്ച് ആലോചിച്ചു. പക്ഷേ അമേരിക്ക അതിശക്തമായി എതിർക്കുകയും അതിനെ കടക്കൽ തന്നെ കത്തിവെക്കുകയും ചെയ്തപ്പോൾ അത് പൊലിഞ്ഞു. ഇനി വരാനുള്ളത് മധ്യ ഏഷ്യയിലെ, അത് 4-5 രാജ്യങ്ങളുണ്ട്. ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തർക്ക്മേനിസ്ഥാൻ, കിർഗിസ്ഥാൻ എന്നിങ്ങനെയുള്ള കസാക്കിസ്ഥാൻ, ഈ രാജ്യങ്ങളിൽ അതിസമ്പന്നമായ പ്രകൃതിവാതകവും എണ്ണയും നിക്ഷേപമുണ്ട്. അത് എങ്ങനെയെങ്കിലും ഈ പോർട്ടിൽ, തുറമുഖത്ത് എത്തിച്ചാൽ മാത്രമേ ഇന്ത്യയിലേക്ക് അത് കൊണ്ടുവരാനാവൂ. അതുകൊണ്ടാണ് ചബഹാർ തുറമുഖം വളരെ തന്ത്രപ്രധാനമായ മേഖലയായി മാറുന്നത്. അതാണ് പാകിസ്ഥാന്റെ തെക്ക് പ്രദേശത്തുള്ള ഗദ്ദാർ തുറമുഖം വികസിപ്പിക്കാൻ എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് ചൈനയാണ്. ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് പോളിസി അനുസരിച്ച് ഇന്ത്യയെ ചുറ്റുന്ന രീതിയിൽ തുറമുഖങ്ങൾ വികസിപ്പിക്കുകയും, അത് ശ്രീലങ്കയിലെ ഹമ്പൻ തോറ്റ തുറമുഖമായിക്കൊള്ളട്ടെ, മാലദ്വീപിലെ തുറമുഖങ്ങളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ചിറ്റഗോങ് തുറമുഖം ബംഗ്ലാദേശിലെ തുറമുഖമായിക്കൊള്ളട്ടെ, അപ്പം ഇന്ത്യയെ ചുറ്റും വരിഞ്ഞു മുറുക്കുന്ന ആ ഒരു നയത്തിനെതിരെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പണിംഗ് ആവശ്യമാണ്. അത് ഏറ്റവും ഭംഗിയായി നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. ഇബ്രാഹിം റൈസിയുടെയും നരേന്ദ്രമോദിയുടെയും പ്രത്യേക താല്പര്യപ്രകാരമാണ് നമ്മുടെ രണ്ട് രാജ്യങ്ങളും. അതുകൊണ്ടാണ് ഇബ്രാഹിം റൈസി ഇന്ത്യയുടെ സുഹൃത്ത് എന്നുള്ള ഒരു സുഹൃത്തെന്ന പദവിയിലേക്ക് എത്തിയതും അദ്ദേഹത്തിന്റെ മരണത്തിൽ രാജ്യം ഖേദിക്കുന്നതും അല്ലെങ്കിൽ രാജ്യം ദുഃഖം പ്രകടിപ്പിക്കുന്നതും നാളെ പതാക അടക്കം താഴ്ത്തിക്കൊണ്ട് ദുഃഖാചരണത്തിലേക്ക് പോകുന്നു.